യേശുക്രിസ്തുവിന്റെ പരിശുദ്ധമായ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും മോർണിംഗ് ഡ്യൂവിലേക്ക് സ്വാഗതം. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ വന്ദനം അറിയിക്കുന്നു. കഴിഞ്ഞ ദിവസം വളരെ അനുഗ്രഹിക്കപ്പെട്ട ആത്മീക സന്ദേശം, റോമാലേഖനം 8-ാം അധ്യായം 30-ാം വാക്യം. അവൻ മുന്നറിഞ്ഞവരെ വിളിച്ചും വിളിച്ചവരെ നീതീകരിച്ചും നീതീകരിച്ചവരെ തെജസ്കരിച്ചും ഇരിക്കുന്നു എന്നുള്ളതായ ആ വാക്യത്തെ ആസ്പദമാക്കിക്കൊണ്ട് നീതീകരണം എന്നുള്ളതായ വിഷയത്തെക്കുറിച്ചാണ് നമ്മൾ ചിന്തിച്ചത്. നമ്മൾ വായിച്ചതായ വാക്യം റോമാലേഖനം 8-ാം അധ്യായം 31-ാമത്തെ വാക്യമായിരുന്നു. ഇത് സംബന്ധിച്ച് നാം എന്തു പറയേണ്ടു? ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലമാര്? സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്ക് എല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ അവനോടുകൂടെ സകലവും നമുക്ക് നൽകാതിരിക്കുമോ? എനിക്ക് ഈ ഒരു വാക്യം വളരെയധികം ഇഷ്ടപ്പെട്ടു. അവനോടുകൂടെ നമുക്ക് വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ എന്നുള്ള അർത്ഥത്തിൽ യേശുക്രിസ്തുവിനെയും നമുക്ക് തന്നു. അപ്പോൾ അങ്ങനെ നമുക്ക് തന്നെങ്കിൽ അവനോടുകൂടെ സകലതും നമുക്ക് നൽകാതിരിക്കുമോ? കർത്താവ് യേശുക്രിസ്തുവിന്റെ അടുക്കിലേക്ക് കടന്നു വരുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവന് ലഭിക്കുന്ന ഏറ്റവും വലിയ ദാനം എന്ന് പറയുന്നത് യേശുക്രിസ്തുവിനെ അവന് ലഭിക്കുന്നു എന്നുള്ളതാണ്. യേശുക്രിസ്തു ദൈവത്തിന്റെ നീതിയായി വെളിപ്പെട്ടു. യേശുക്രിസ്തുവിന്റെ പ്രവൃത്തികളെല്ലാം തന്നെ ദൈവം നീതിയായി കണക്കിട്ടു. അതുകൊണ്ട് നമ്മുടെ സ്ഥാനത്ത് കർത്താവ് യേശുക്രിസ്തുവിനെ ദൈവം നിർത്തിയിരിക്കുന്നത് ആ സമ്പൂർണ്ണ നീതിയോടുകൂടെയാണ്. നാം കർത്താവ് യേശുക്രിസ്തുവിൽ ആകുമ്പോൾ ദൈവം നമ്മെ കാണുന്നത് യേശുക്രിസ്തുവിലൂടെ നീതിമാന്മാരായാണ്. നമ്മുടെ യാതൊരു പ്രവൃത്തികളും അതിന് കാരണമല്ല എന്നുള്ളതും നമുക്ക് ചിന്തിപ്പാനിടയായി തീർന്നു. അതുകൊണ്ട് ഇന്നെന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നിങ്ങൾ ഈ ഭൂമിയിലായിരിക്കുമ്പോൾ വചനപ്രകാരമോ അല്ലാതെയോ നിങ്ങൾ എന്ത് ചെയ്താലും നിങ്ങളുടെ പ്രവൃത്തികളൊന്നും ദൈവത്തിന്റെ മുമ്പിൽ സ്വീകാര്യമല്ല. പക്ഷെ ദൈവത്തിന് മുമ്പിൽ നിങ്ങളുടെ പ്രവൃത്തികൾ സ്വീകാര്യമാകുന്നത് കർത്താവായ യേശുക്രിസ്തുവിലൂടെയാണ്. നമ്മളെപ്പോഴും പ്രാർത്ഥിക്കുമ്പോഴും അങ്ങനെയല്ലേ നമ്മൾ പ്രാർത്ഥിക്കുന്നത്? യേശുക്രിസ്തുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു എന്നുള്ളത് പലർക്കും അങ്ങനെ പ്രാർത്ഥിക്കുന്നതിന്റെ അർത്ഥം പോലും അറിയാറില്ല. നമ്മൾ മനസ്സിലാക്കേണ്ടത്, നാം യേശുക്രിസ്തുവിനെ മുൻനിർത്തി പിതാവായി ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം യേശുക്രിസ്തുവിന്റെ നീതിയാണ് കണക്കിടുന്നത്. അല്ലാതെ നമ്മുടെ യാതൊരു നീതിയും ദൈവത്തിന് മുമ്പാകെ യോഗ്യമല്ല. അങ്ങനെ ഉള്ളപ്പോൾ തന്നെ നമ്മൾ പരിശോധിക്കേണ്ട ഒരു കാര്യമാണ്, ഇന്ന് പല ആളുകളും മധ്യസ്ഥന്മാർ എന്ന പേരിൽ മനുഷ്യരെ മുന്നിൽ നിർത്തി ദൈവത്തോടുള്ള മധ്യസ്ഥത അണയ്ക്കുമ്പോൾ അതിന്റെ ആ വ്യർത്ഥത എത്ര വലുതാണെന്ന് നമുക്ക് ഈ വാക്യങ്ങളിലൂടെ കാണാൻ കഴിയുന്നുണ്ട്. കാരണം യേശുക്രിസ്തു അല്ലാതെ ഒരു മനുഷ്യൻ പോലും ഈ ഭൂമിയിൽ ദൈവത്തിന് മുമ്പാകെ നീതിമാനായി മാറിയിട്ടില്ല. അത് ഏതൊരു വ്യക്തിയാണെങ്കിലും. ഒരുപക്ഷെ മനുഷ്യൻ എത്രത്തോളം വിശുദ്ധി ഒരു വ്യക്തിയിൽ ആരോപിച്ചാലും ദൈവത്തിന് മുമ്പാകെ അവന്റെ വിശുദ്ധീകരണം ഒരിക്കലും നീതിയല്ല. ആ നീതി നമ്മൾ പ്രാപിക്കുന്നത് യേശുക്രിസ്തുവിന്റെ നീതിയിലൂടെയാണ്. ഞാൻ പെർഫെക്റ്റ് അല്ല, ഞാൻ വിശുദ്ധനല്ല. പക്ഷെ കർത്താവായ യേശുക്രിസ്തുവിലൂടെ ഞാൻ ദൈവം മുമ്പാകെ വിശുദ്ധനായി മാറുകയാണ്. അതുകൊണ്ടാണ് ദൈവം മറ്റാരുടെയും മധ്യസ്ഥത സ്വീകരിക്കാതെ യേശുക്രിസ്തുവിന്റെ മധ്യസ്ഥത മാത്രം സ്വീകരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്, ദൈവം ഒരുവനല്ലോ, ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥൻ ഒരുവൻ, നമുക്ക് വേണ്ടി മറുവിലയായി കൊടുത്ത കർത്താവ് യേശുക്രിസ്തു തന്നെ. ആ മറുവിലയായി കൊടുത്ത എന്നുള്ള ആ വാക്കും അപ്പോസ്തലനായ പൗലോസ് ഉപയോഗിക്കുന്നത് വളരെ മനഃപൂർവ്വമായിട്ടാണ്. ആ മറുവില കാരണമാണ് കർത്താവ് യേശുക്രിസ്തുവിന്റെ നീതിയെ നമ്മുടെ പേരിൽ ദൈവം കണക്കിടുന്നത്. അപ്പോൾ ഈ ദിവസങ്ങളിലെ ഈ വചനധ്യാനം നമ്മൾ എപ്പോഴും ആ ദൈവത്തിന്റെ നീതിയെ ഓർക്കുന്ന ഒരു വചനധ്യാനമായി മാറട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. നമ്മൾ ഇന്ന് വായിക്കുന്ന വേദഭാഗം റോമാലേഖനം 8-ാം അധ്യായം 33-ാമത്തെ വാക്യമാണ്. ദൈവം തെരഞ്ഞെടുത്തവരെ ആർ കുറ്റം ചുമത്തും? നീതീകരിക്കുന്നവൻ ദൈവം, ശിക്ഷ വിധിക്കുന്നവൻ ആർ? ക്രിസ്തുയേശു മരിച്ചവൻ, മരിച്ചിട്ട് ഉയർത്ത് എഴുന്നേറ്റവൻ തന്നെ. അവൻ ദൈവത്തിന്റെ വലത്തുഭാഗത്തിരിക്കുകയും നമുക്ക് വേണ്ടി പക്ഷവാദം കഴിക്കുകയും ചെയ്യുന്നു. ഇവിടെ നമ്മൾ വായിച്ചതായ വാക്യം, ദൈവം തെരഞ്ഞെടുത്തവരെ ആർ കുറ്റം ചുമത്തും? നീതീകരിക്കുന്നവൻ ദൈവം. നീതീകരിക്കുന്നവൻ ദൈവമായതുകൊണ്ട് ഒരാൾക്ക് പോലും നമ്മെ കുറ്റപ്പെടുത്തുവാൻ കഴിയില്ല. അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്, ദൈവം തെരഞ്ഞെടുത്തവരെ ആർ കുറ്റം ചുമത്തും. 34-ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നു, ശിക്ഷ വിധിക്കുന്നവനാണ്. ക്രിസ്തുയേശു മരിച്ചവൻ, മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റവൻ തന്നെ. അവനാണ് ശിക്ഷ വിധിക്കുന്നത്. നോക്കണേ, പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട്, മറ്റുള്ളവർ എന്നെ കുറ്റപ്പെടുത്തുന്നുണ്ടല്ലോ, എന്നെ കുറ്റപ്പെടുത്തുവാൻ ധാരാളം പേരുണ്ട്, എന്നെ കളിയാക്കുവാനും
കുറ്റപ്പെടുത്തുവാനും പരിഹസിക്കുവാനും ഒക്കെ ധാരാളം പേരുണ്ട്. പക്ഷേ അവരുടെ കുറ്റപ്പെടുത്തലുകളൊന്നും എൻ്റെ ജീവിതത്തെ ബാധിക്കില്ല. എന്തെന്നാൽ ദൈവം എനിക്ക് അനുകൂലമാണെങ്കിൽ. പല ആളുകളും നമ്മളെ കുറ്റപ്പെടുത്തുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം നമ്മെ ഇല്ലായ്മ ചെയ്യുക എന്നുള്ളതാണ്. നമ്മുടെ ശുശ്രൂഷകളെ ഇല്ലായ്മ ചെയ്യുക എന്നുള്ളതാണ്. എൻ്റെ ജീവിതത്തിലും അത് ഞാൻ അനുഭവിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ്. നമ്മെ ദേശത്തുനിന്ന് ഓടിക്കാൻ വേണ്ടി, നമ്മുടെ ശുശ്രൂഷ അവസാനിപ്പിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ നമ്മെ കൊണ്ട് ദൈവം ദേശത്ത് ചെയ്യാൻ പോകുന്ന അനുഗ്രഹത്തിന് വേണ്ടി ദൈവം നിർത്തുമ്പോൾ നമ്മെ ദേശത്ത് ഒരു അപമാനമാക്കുവാൻ പിശാച് ശ്രമിക്കുന്നതായ അനേക സന്ദർഭങ്ങളുണ്ട്. പക്ഷേ ഈ ഒരു വാക്യം നമുക്ക് വളരെയധികം ബലം നൽകണം. കാരണം ദൈവം തിരഞ്ഞെടുത്തവരെ ആർ കുറ്റം ചുമത്തും? അപ്പൊ നമ്മൾ ഈ വാക്യം വായിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കുന്നത്, എത്രയോ പേര് കുറ്റപ്പെടുത്തുന്നു, പിന്നെ ഈ വാക്യം എന്താ ഇങ്ങനെ പറയുന്നത്? കുറ്റം ചുമത്തുന്നവരുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലോ, യോശുവ എന്ന പുരോഹിതനെ കുറ്റം ചുമത്തി പിശാച്, അതുപോലെ പത്രോസിനെ കുറ്റം ചുമത്തി പിശാച്. പക്ഷെ അവിടെ എല്ലാം നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യമുണ്ട്. അവന്റെ ആ കുറ്റപ്പെടുത്തലുകളുടെ മുമ്പാകെ പത്രോസിനെ ആകട്ടെ, ഈ യോശുവ പുരോഹിതനെ ആകട്ടെ, യോബിനെ ആകട്ടെ, അവരെല്ലാം നേരെ നിർത്തേണ്ടതിന് വേണ്ടി ദൈവം തന്റെ പ്രവൃത്തി താൻ ചെയ്തു. അതുതന്നെയാണ് ഇവിടെ പറയുന്നത്. അവൻ ദൈവത്തിന്റെ വലത്ത് ഭാഗത്തിരിക്കുകയും നമുക്ക് വേണ്ടി പക്ഷവാദം കഴിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നിങ്ങളെ കുറ്റപ്പെടുത്തുന്നവരുണ്ടാകാം. പക്ഷെ അവരുടെ കുറ്റപ്പെടുത്തലുകൾക്ക് യാതൊരു ഇമ്പാക്റ്റും നിങ്ങളിൽ ഉളവാക്കാൻ സാധിക്കില്ല, നിങ്ങൾ ദൈവത്തിൽ ആശ്രയിക്കുന്നെങ്കിൽ. അവർ നിങ്ങളെ ചവിട്ടി താഴ്ത്തുവാൻ ശ്രമിക്കുമ്പോൾ ദൈവം നിങ്ങളെ ഉയർത്തുന്ന ദൈവമാണ്. അവർ നിങ്ങളെ നശിപ്പിക്കുവാൻ ശ്രമിക്കുമ്പോൾ ദൈവം നിങ്ങളെ പണിതുയർത്തുന്നതായ ദൈവമാണ്. എവിടെയാണോ പിശാച് നിന്നെ ഒടുക്കുവാൻ ശ്രമിച്ചത്, അവിടെ ദൈവം നിന്നെ ഉയർത്തുവാൻ ഇടയായിത്തീരും. ഇതാണ് ദൈവവചനത്തിന്റെ വാക്യത്വം. എന്തുകൊണ്ടാണ് ദൈവം അത് ചെയ്യുന്നത്? 33-ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നത് പോലെ ദൈവം തിരഞ്ഞെടുത്തു. എങ്ങനെ? മുൻ നിയമിച്ചു. ലോക സ്ഥാപനത്തിനു മുമ്പേ മുൻ നിയമിച്ചു. കാലസമ്പൂർണതയിൽ ആ സുവിശേഷമാകുന്ന ആ വിളി ക്ഷണം നമ്മുടെ നേരെ വന്നു. ആ ക്ഷണത്തോട് നമ്മൾ റെസ്പോണ്ട് ചെയ്തപ്പോൾ, ദൈവത്തിനു മുമ്പാകെ നമ്മൾ സമർപ്പിച്ചപ്പോൾ, ഈ നീതീകരണം നമുക്ക് പ്രാപിക്കാൻ സാധിച്ചു. അങ്ങനെ നീതീകരിക്കപ്പെടുന്നവരെ ഒരാൾക്ക് പോലും ശിക്ഷിക്കാൻ കഴിയത്തില്ല. അതിന്റെ അർത്ഥം, എൻ്റെ മേലും നിങ്ങളുടെ മേലും ശിക്ഷ വിധിക്കുവാൻ കഴിവുള്ള, നിങ്ങളെ ശിക്ഷിക്കുവാൻ കഴിവുള്ള ഒരാളും ഈ ഭൂമുഖത്തില്ല. ഒരുപക്ഷെ ലോകത്തിന്റെ നിയമപ്രകാരം നിങ്ങളെ ശിക്ഷിക്കുവാൻ കഴിയുമായിരിക്കാം. പക്ഷെ ആ ശിക്ഷ മൂലം നിങ്ങളിൽ ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്നതായ ഒരു ഇമ്പാക്റ്റും നിങ്ങളിൽ സംഭവിക്കില്ല. എന്നു മാത്രമല്ല, നിങ്ങളിലൂടെ ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടുവാനിടയായിത്തീരും. ഇതാണ് ദൈവം നമുക്ക് തരുന്നതായ നീതീകരണം. ഈ നീതീകരണം അനുഭവിക്കാത്ത ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ ഇന്ന് ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്കത് പ്രാപിക്കാൻ സാധിക്കും. അതേ സുവിശേഷം എന്നുള്ള ആ ക്ഷണപ്രകാരം നിങ്ങൾ അവന്റെ സന്നിധിയിലേക്ക് കടന്നു വന്ന് നിങ്ങളെ തന്നെ നിങ്ങൾ സമർപ്പിക്കുന്നുവെങ്കിൽ ഈ നീതീകരണം നിങ്ങൾക്കും അനുഭവിക്കാൻ സാധിക്കും. നമ്മൾ ഇന്ന് ലോകത്ത് പ്രാപിക്കുന്ന ഏത് വിധമായ ഭൗതിക അനുഗ്രഹത്തെക്കാളും ഏറ്റവും വലുതാണ് ഈ ഒരു അനുഗ്രഹം എന്ന് പറഞ്ഞാൽ. ഇത് വില കൊടുത്ത് വാങ്ങുന്നതല്ല, മറിച്ച് വിശ്വാസത്താൽ നമുക്ക് അനുഭവിക്കാൻ കഴിയുന്നതാണ്. ഇന്ന് എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഇത് ലഭിച്ചവർക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇത് ലഭിക്കാത്ത ആരെങ്കിലും എന്നെ ഇന്ന് ഈ ദിവസം കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലും ഇത് പ്രാപിക്കുവാൻ സാധിക്കും. അതിനുള്ള ഒരു സമർപ്പണത്തിലേക്ക് നമുക്ക് കടന്നു വരുവാൻ കഴിയുമാറാകട്ടെ. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ സന്ദേശം കേൾക്കുമ്പോൾ പ്രാർത്ഥനയുടെ ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്നെ വിളിക്കുക. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നിങ്ങളുടെ ജീവിതം ദൈവത്തെങ്കിലേക്ക് സമർപ്പിക്കുവാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ആ പ്രാർത്ഥനയിലും ഞാൻ നിങ്ങളെ സഹായിക്കാൻ ആഗ്രഹിക്കുന്നു. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, ഇന്ന് ഞങ്ങൾ കേൾപ്പിച്ച വളരെ മനോഹരമായ സന്ദേശത്തിനായി സ്തോത്രം. ദൈവം തിരഞ്ഞെടുത്തവരെ ആർ കുറ്റം ചുമത്തും? നീതീകരിക്കുന്നവൻ ദൈവം, ശിക്ഷ വിധിക്കുന്നവൻ ആർ? ക്രിസ്തുവേശു മരിച്ചവൻ, മരിച്ചിട്ട് ഉയർത്ത് എഴുന്നേറ്റവൻ തന്നെ. കർത്താവെ, ഞങ്ങൾക്ക് തന്നിരിക്കുന്നതായ ഈ ഭാഗ്യ പദവിക്കായി സ്തോത്രം. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെല്ലാവരും ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടട്ടെ. ഇന്ന് ജീവിതത്തിൽ പുതിയ തീരുമാനങ്ങൾ എടുക്കുന്ന പ്രിയപ്പെട്ടവരെ ഞാൻ ഓർത്തു പ്രാർത്ഥിക്കുന്നു. അവരെയും കുടുംബമായി നീ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി നന്ദി. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ഇന്നത്തെ സന്ദേശം നിങ്ങളുടെ ജീവിതത്തിൽ വളരെ അനുഗ്രഹത്തിന് കാരണമായി തീർന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ സ്ക്രീനിൽ കാണുന്ന ഫോൺ നമ്പറുകളിൽ ഞങ്ങളെ വിളിക്കുക. എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. ഹാവ് എ നൈസ് ഡേ. ഗോഡ് ബ്ലെസ് യു ഓൾ.